കോടിക്കൽ കടപ്പുറം പ്ലാസ്റ്റിക് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പുഴയിലേക്കും കടലിലേക്കും നമ്മൾ നിസ്സാരമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളാണ് കനത്ത മഴയെ തുടർന്ന് ഇപ്പോൾ കോടിക്കൽ കടപ്പുറത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ കടപ്പുറത്ത് പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടിയപ്പോൾ നാട്ടുകാർ ചേർന്ന് JCB ഉപയോഗിച്ച് നീക്കം ചെയ്തിരുന്നു. ഇത് രണ്ടാം തവണയാണ് പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, സിറിഞ്ച്, കുപ്പികൾ, പഴകിയ ഡ്രസ്സുകൾ തുടങ്ങിയവയാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക്കുകൾ നീക്കം ചെയ്യാനും മത്സ്യത്തൊഴിലാളികൾ ഏറെ ബുദ്ധിമുട്ടുന്നു. ഇതിന് ഭരണകൂടങ്ങൾ പരിഹാരം കാണണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. 23-ാം തീയതി ചൊവ്വാഴ്ച ഇന്ന് കാലത്ത് നമ്മളെ കോടിക്കൽ കടപ്പുറത്ത് കാണുന്ന ഒരവസ്ഥയാണിത്. ഇത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പലരും കടലിൽ തള്ളുകയാണ്, പുഴകളിൽ തള്ളുകയാണ്. അത് മുഴുവൻ ഒലിച്ചു വരുന്നത് കോടിക്കൽ കടപ്പുറത്താണ്. 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഇതിനേക്കാൾ കൂടുതൽ നമ്മുടെ കടപ്പുറത്ത് വന്നടിഞ്ഞപ്പോൾ നമ്മൾ കടപ്പുറമുള്ള ആളുകൾ തന്നെ JCB സംഘടിപ്പിച്ച് വലിയ കുഴി എടുത്ത് ആ കുഴിയിലേക്ക് മുഴുവൻ സാധനങ്ങളും നിക്ഷേപിച്ച് മൂടിയതാണ്. ഇപ്പോൾ ഇതാ വീണ്ടും ഈ ഇന്നലെ 2-3 ദിവസം നടന്ന കടൽക്ഷോഭത്തിൻ്റെ ഫലമായിട്ട് കംപ്ലീറ്റ് മാലിന്യങ്ങൾ, സിറിഞ്ച് വരെ, കുപ്പി, പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ ഏറ്റവും കൂടുതൽ, രോഗങ്ങൾ ഏറ്റവും കൂടുതൽ കൂടുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ഇവിടെയുള്ള ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലുള്ള ബുദ്ധിമുട്ട്, ഇന്ന് രാവിലെ മത്സ്യം പിടിച്ചപ്പോൾ അത് കരക്ക് കൊണ്ടുവെക്കാനോ അല്ലെങ്കിൽ വള്ളം മേലെ കയറ്റാനോ ഒന്നിനും പറ്റാത്ത, ഫൈബർ ഒന്നും മേലെ കയറ്റാൻ പറ്റാത്ത, ആളുകൾക്ക് താഴോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത ഏറ്റവും വിഷമകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഭരണകൂടങ്ങൾ അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കൽ വളരെ അത്യന്താപേക്ഷിതമാണ്. ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം, കടലോര പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങൾ. ഇനിയിപ്പോൾ ഇത് എടുത്തു മാറ്റാനും ആയിരക്കണക്കിന് ഉറുപ്പിക JCB കൊണ്ടുവന്ന് വലിയ കുഴിയെടുത്ത് ഇത് കുഴിയിൽ നിക്ഷേപിച്ചല്ലാതെ ഇനി നാളെ അവർക്ക് പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഇതിനെതിരെ അധികൃതർ, ഭരണകൂടങ്ങൾ, പഞ്ചായത്ത് അധികൃതർ, അതുപോലെ ഉത്തരവാദപ്പെട്ട ഫിഷറീസ് ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ ഈ കാര്യത്തിൽ സത്രമായ നടപടി വളരെ അടിയന്തരമായി ചെയ്യണമെന്നാണ് നാട്ടുകാരായ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. കൊച്ചി മെട്രോ പോലുള്ള സിറ്റികളിൽ കാണപ്പെടുന്ന ഈ പ്രതിഭാസം സാധാരണയായ നാട്ടിൻപുറത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറെ ഭീതി ഉയർത്തുന്ന ഒരു കാര്യമാണ്. പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് മുസ്ലിം ലീഗ് ഭാരവാഹികളും ആവശ്യപ്പെടുന്നത്. ന്യൂസ് ടുഡേ കേരള. MRR Restaurant, opposite Police Station, Main Road, Koilandi. 9946955557, 9946299995, 9745655558.